ഡോക്യുമെൻറ്റേഷനിൽ സാധാരണഗതിയിലുള്ള ഒരു ഡോക്യുമെൻറ്റിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്പേസിങ് അടുത്ത പാരഗ്രാഫും കഴിഞ്ഞ പാരഗ്രാഫും തമ്മിലുള്ളൊരു സ്പേസിങ് സ്വാഭാവികമായിട്ടുള്ളൊരു സ്പേസിങ് സാധാരണഗതിയിൽ ഇത് 6 പോയിൻ്റ് മുതൽ 12 പോയിൻ്റ് വരെ ആവാം, അത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കത് കാണാനായിട്ട് ഇപ്പോൾ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിൻ്റെ, അതായത് ഇതൊരു പാരഗ്രാഫാണ്, ഈ പാരഗ്രാഫിൻ്റെ മുകളിൽ സ്പേസിങ് ഇല്ല, താഴെ ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് സ്പേസിങ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഗ്യാപ്പാണ് സ്പേസിങ്. ഇപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ കാണുന്ന ഇതാണ് പാരഗ്രാഫ് സ്പേസിങ് എന്ന് പറയുന്നത്. ഈ സ്പേസിങ് വരുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പാരഗ്രാഫ് സ്പേസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ആൻഡ് സ്പേസിങ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ മുകളിൽ സ്പേസിങ് ഇല്ല, അതുകൊണ്ടാണ് ആഡ് നിൽക്കുന്നത്. സ്പേസിങ് ഇല്ലാത്ത ഭാഗത്താണെങ്കിൽ ആഡ് എന്ന് കാണും, ഉള്ള ഭാഗത്താണെങ്കിൽ റിമൂവ് എന്ന് കാണും. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ സ്പേസിങ് ഒഴിവാക്കാനായിട്ട് റിമൂവ് സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിങ് ഒഴിവായി. ഇപ്പോൾ ഇത് റിമൂവ് സ്പേസിങ് കൊടുത്തപ്പോൾ ആ സ്പേസിങ് ഒഴിവായപ്പോൾ ഒരു ലൈൻ മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ സ്പേസിങ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫുകൾ തമ്മിൽ അകലം വളരെയധികം കുറഞ്ഞു കിട്ടും. ഇനി പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്വാഭാവിക അകലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ 6 പോയിൻ്റ് ആയിരിക്കും വരുന്നത്, അതല്ലെങ്കിൽ 6 മുതൽ 12 വരെയുള്ള പോയിൻ്റ് ആയിരിക്കും വരുന്നത്. അത് പാരഗ്രാഫുമായിട്ടുള്ള സെറ്റിങ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പേജ് ലേഔട്ടിൽ പോവാം. അതിനുശേഷം ഇവിടെ പാരഗ്രാഫ് എന്ന് കാണാൻ പറ്റും. ഇതിന് ശേഷം ആഫ്റ്റർ എന്നുള്ളത് 10 പോയിൻ്റ് എന്നുള്ളത് നമുക്ക് ആവശ്യാനുസരണം കുറച്ചുകൊണ്ട് ഇതിൻ്റെ സ്പേസിങ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. 10 മുതൽ ആവശ്യാനുസരണം കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 5 കൊടുത്തുകൊണ്ട് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഫ്റ്റർ സ്പേസിങ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലൈന് ശേഷമുള്ള ആണ് സ്പേസിങ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും 2 ഭാഗത്തും സ്പേസിങ് വരും, പക്ഷേ ഒരു ഭാഗത്ത് സ്പേസിങ് മാത്രമേ ഇഫക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. പക്ഷേ 2 ഭാഗത്ത് സ്പേസിങ്ങും കൂടി കളഞ്ഞാലാണ് ആ സ്പേസിങ് മൊത്തമായിട്ട് ഒഴിവാകുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ആവശ്യമായി വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ടേബിളിനകത്തെല്ലാം ഈ സ്പേസിങ് കിടക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ടേബിളിനകത്ത് ഒരു ടെക്സ്റ്റ് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ടെക്സ്റ്റ് നിലനിൽക്കാനായിട്ട് ഇത്രയും വീതിയിലുള്ള ഒരു ടേബിൾ കണ്ട് ആവശ്യമില്ലാത്തൊരു സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കും. ഇതിനായിട്ട് സ്വാഭാവികമായിട്ട് ചെയ്യാറ് ആ ലൈൻ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത് അടുത്ത് ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പേസിങ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഇനിയും കൂടുതൽ അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത്. അപ്പോൾ ആ സ്പേസിങ് കളയാം. അതിനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഹോം ടാബിൽ നോ സ്പേസിങ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റിമൂവ് സ്പേസിങ് കൊടുക്കുക. രണ്ടായാലും ഇനി നമുക്ക് ഈ ലൈനിങ് വളരെ വിദഗ്ധമായിട്ട് അടുപ്പിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അത് ബിഫോർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അപ്പോഴും നമുക്ക് ഈ ലൈനിനെ അടുപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കാതെ, ഈ ലൈൻ ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഈ ലൈൻ അങ്ങോട്ട് അടുപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം. ഇവിടെയും പ്രവർത്തിക്കുന്നത് സ്പേസിംഗ് ആണ്. ആ സ്പേസിങ് നോ സ്പേസിങ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലൈനിനെ ആവശ്യാനുസരണം അടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ അവയുള്ള അകലം കുറയ്ക്കുന്നതിനാണ്. മൊത്തത്തിൽ എല്ലാം ഒഴിവാക്കാനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നോ സ്പേസിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സ്പേസിങ്ങും ഒഴിവാകും. പക്ഷേ മറ്റൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒപ്പം ഒഴിവാകുന്നതാണ്.